Hi friends, welcome to my channel. Reformation എന്താണ്? Reformation നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് Reformation വാസ് ഇൻ ഫാക്ട് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ റിനൈസൻസ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ റിനൈസൻസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയാം നമുക്ക് ഏതാ Reformation കേട്ടോ. ഇറ്റ് വാസ് എ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ റെവല്യൂഷൻ വിച്ച് ടുക്ക് പ്ലേസ് ഇൻ യൂറോപ്പ് ഡ്യൂറിങ് ദ 16th and 17th. ഓക്കെ, അപ്പോൾ ഇതൊരു റിലീജിയസ് റവല്യൂഷനാണ്, അതുപോലെ ഒരു പൊളിറ്റിക്കൽ റവല്യൂഷനും കൂടെയാണ് ഏതാ റെഫോർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. യൂറോപ്പിൽ 16th സെഞ്ച്വറിയിലുണ്ടായ ഒരു റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ റവല്യൂഷനാണ് റെഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇറ്റലി വാസ് ദ ക്രാഡിൽ ഓഫ് റിനൈസൻസ്. റിനൈസൻസിൻ്റെ ക്രാഡിൽ എന്ന് പറയുന്ന ഇറ്റലിയാണ്. ജർമ്മനി വാസ് ദ ഹോം ഓഫ് ദ റെഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ ജർമ്മനിയാണ് റെഫോർമേഷൻ്റെ ഹോം കേട്ടോ. മാർട്ടിൻ ലൂതർ ഓഫ് ജർമ്മനി വാസ് ദ ലീഡർ ഓഫ് ദ റെഫോർമേഷൻ. അപ്പോൾ റെഫോർമേഷൻ്റെ ലീഡർ എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ. ഹി വാസ് എ പ്രൊഫസർ ഓഫ് തിയോളജി പ്രൊഫസറാണ് മാർട്ടിൻ ലൂതർ. ഹി വെൻറ്റ് ടു റോം ഇൻ 1510 and so face to face the corruption of papacy. അപ്പോൾ ഈ മാർട്ടിൻ ലൂതർ റോമിലേക്ക് പോകുമ്പോൾ അവിടെ പോപ്പ് കറപ്റ്റഡ് ആണെന്ന് മനസ്സിലാകുന്നു. ആൻഡ് സെയിൻറ്റ് അഗസ്റ്റിൻ ഡെലിഗൻ്റായിട്ട് ആര് സ്റ്റഡി ചെയ്യുകയാണ്? നമ്മുടെ മാർട്ടിൻ ലൂതർ സ്റ്റഡി ചെയ്യുകയാണ്. ആൻഡ് ഹി ക്വസ്റ്റ്യൻ സം ഓഫ് ദ ബാഡ് പ്രാക്ടീസസ് ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ ബാഡ് പ്രാക്ടീസസിനെ മാർട്ടിൻ ലൂതർ തിയോളജി പ്രൊഫസർ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? റിനൈസൻസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലൂടെ ആ ഒരു ക്വസ്റ്റ്യനിങ്ങിൻ്റെയും എൻക്വയറിയുടെയും സ്പിരിറ്റ് എല്ലാ പേരിലും ഉണ്ടാകുന്നു. നമ്മൾ പലതും ഫെയ്ത്താണ്, വിശ്വാസമാണ്, ബിലീഫാണെന്ന് പറയുന്ന പലതിനെയും ഡൗട്ട് ചെയ്യും, പക്ഷേ അത് ക്വസ്റ്റ്യൻ ചെയ്യില്ലായിരുന്നു ബിഫോർ റിനൈസൻസ്. ബട്ട് ആഫ്റ്റർ റിനൈസൻസ് എല്ലാവരും ഡൗട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ തുടങ്ങി? ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യുന്നു? ഹി ഓപ്പൺലി ചലഞ്ചഡ് ദി ചർച്ച് ആൻഡ് ഹി ക്വസ്റ്റ്യൻഡ് സം ഓഫ് ദി ബാഡ് പ്രാക്ടീസസ് ഓഫ് ദി കാത്തലിക് ചർച്ചിൻ്റെ ബാഡ് പ്രാക്ടീസസിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചർച്ചിനെ ഓപ്പൺലി ചലഞ്ച് ചെയ്യുകയും ചെയ്തു. സോ ഹി വാസ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ്. ഹി വാസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി. ഓക്കെ, ബട്ട് ഹി ഹാഡ് എ ലാർജ് നമ്പർ ഓഫ് ഫോളോവേഴ്സ് അല്ലേ. പക്ഷേ മാർട്ടിൻ ലൂതറിൻ്റെ ഐഡിയ, ആ തിയോളജിക്കൽ പ്രൊഫസറിൻ്റെ ഐഡിയ കറക്റ്റാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ഫോളോവേഴ്സ് മാർട്ടിൻ ലൂതറിനുണ്ടായി. ആൻഡ് മാർട്ടിൻ ലൂതറിനെ കാത്തലിക് ചർച്ചിൽ നിന്നും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ചർച്ചിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് കാത്തലിക് ആയിട്ടും അനദർ വൺ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടും. അപ്പോൾ നമുക്ക് ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത്, പ്യൂരിറ്റാനിസം ഈസ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് റെഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റെഫോർമേഷൻ എന്ന് പറയുന്ന വാസ് ഇൻ ഫാക്ട് എ ബൈ പ്രോഡക്റ്റ് ഓഫ് റിനൈസൻസ് അല്ലേ. റിനൈസൻസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് റെഫോർമേഷൻ. അതുപോലെ പ്യൂരിറ്റാനിസം എന്ന് പറഞ്ഞാൽ ഒരു ബൈ പ്രോഡക്റ്റാണ് ഇതിൻ്റെ റെഫോർമേഷൻ്റെ. റെഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട് വാസ് എ പൊളിറ്റിക്കൽ ആൻഡ് മൊണാർക്കിക്കൽ മൂവ്മെൻറ്റ്. റെഫോർമേഷൻ ഇംഗ്ലണ്ടിലെ ഒരു പൊളിറ്റിക്കൽ മൊണാർക്കിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ദ നെസസറി ക്ലൈമറ്റ് ഫോർ ദ റെഫോർമേഷൻ. യൂറോപ്പിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ആ ഒരു റെഫോർമേഷൻ്റെ ആ ഒരു നെസസറി ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്തത് അതായത് ക്ലർജീസിനോടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഇംഗ്ലണ്ടിൽ പ്രവലൻ്റ് ആയിരുന്നു. ക്ലർജീസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഫീലിംഗ് ആ ടൈമിൽ ഇംഗ്ലണ്ടിൽ പ്രവലൻ്റ് ആയിരുന്നു. പക്ഷേ ആരും എന്ത് ചെയ്യത്തില്ല? ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല, ഈവൻ ദോ ദേ വെയർ കറപ്റ്റ് അല്ലേ. പക്ഷേങ്കിൽ ഈ റെഫോർമേഷൻ്റെ ആ ഒരു ക്ലൈമറ്റ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത് എന്തായിരുന്നു? ആ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന പ്രിവലൻ്റ് ആയിരുന്ന ആൻറ്റി ക്ലറിക്കൽ ഫീലിംഗ് ആയിരുന്നു. And the corruption and immortality of the clergy aroused the indignation of the thinking men. അപ്പോൾ തിങ്കിങ് മെൻ, റിനൈസൻസ് സ്പിരിറ്റുള്ള ഹോൾഡ് ചെയ്യുന്ന തിങ്കിങ് മെന്നിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്ലർജീസിൻ്റെ ആ ഒരു കറപ്ഷനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്ലർജീസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ റെഫോർമേഷൻ ഒരു റിലീജിയസ് മൂവ്മെൻ്റായിട്ട് മാറുന്നത് കേട്ടോ. അടുത്തത് പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ട് മാറാനുള്ള റീസൺ, നമ്മുടെ ഹെൻറി എയ്ത്ത് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രൊഡ്യൂസ്ഡ് പൊളിറ്റിക്കൽ റിഫോർമേഷൻ ടു ഹിസ് കൺട്രി. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പൊളിറ്റിക്കൽ റിഫോർമേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി എയ്ത്ത് ആണ് കേട്ടോ. കാരണം ഹെൻറി എയ്ത്ത് ഹി സെപ്പറേറ്റഡ് ഹിസ് കണക്ഷൻ വിത്ത് റോം നോട്ട് ബിക്കോസ് ഓഫ് എനി ഡോക്ട്രിനൽ ഡിഫറൻസസ്
ബട്ട് ബിക്കോസ് ഓഫ് മാട്രിമോണിയൽ റീസൺസ്. ഓക്കെ, അപ്പോൾ ഈ ഹെൻറി നമ്മൾ എന്തുകൊണ്ടാണ് റിഫോർമേഷൻ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, അതിനുള്ള റീസൺസാണ് ഇനി നെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ഹെൻറി എയ്ത്ത് പൊളിറ്റിക്കൽ റിഫോർമേഷൻ ഇംഗ്ലണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മാട്രിമോണിയൽ റീസൺസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പോപ്പ് ഹെൻറി എയ്ത്തിന് പെർമിഷൻ ഗ്രാൻഡ് ചെയ്തിട്ടില്ല ഇൻ ഓർഡർ ടു ഡിവോഴ്സ് ഹിസ് വൈഫ് കാതറിൻ. കാതറിൻ എന്ന് പറയുന്ന വൈഫിനെ ഡിവോഴ്സ് ചെയ്യാൻ പോപ്പ് പെർമിഷൻ ഗ്രാൻഡ് ചെയ്തില്ല. സോ നമ്മുടെ ഹെൻറി എയ്ത്ത് ഇംഗ്ലീഷ് പാർലമെൻറ്റിൽ കുറച്ച് ലോയൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. പോപ്പിൻ്റെ അതോറിറ്റിക്ക് പകരം ഇംഗ്ലണ്ടിൽ ആർക്കാണ് അതോറിറ്റി, കിങ്ങിന് അതോറിറ്റി വരണം. ഓക്കെ, അങ്ങനെ ആക്ട് ഓഫ് സൂപ്രമസി അനുസരിച്ച് ദ കിങ് വാസ് ഡിക്ലെയർഡ് ദ സുപ്രീം ഹെഡ് ഓൺ ദ എർത്ത് ആൻഡ് ഓഫ് ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ചർച്ചിലാവട്ടെ, ഇംഗ്ലണ്ടിലാവട്ടെ, അല്ലെ എർത്തിലാവട്ടെ അല്ലേ, ആ ഒരു സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, കിങ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലൂടെ ആക്ട് ഓഫ് സൂപ്രമസി. നിങ്ങൾക്ക് ഈ ആക്ട് ഓഫ് സൂപ്രമസിയൊക്കെ 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടിൽ എന്ത് കൊണ്ടുവരുന്നു, റെഫോർമേഷൻ വരുന്നു. പൊളിറ്റിക്കലി ആൻഡ് റിലീജിയസ് മൂവ്മെൻ്റ് ആണ്, അതുപോലെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് മാറി റെഫോർമേഷൻ. പിന്നെ ഈ റെഫോർമേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞത് പ്യൂരിറ്റാനിസം എന്നുള്ളതാ റെഫോർമേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ആംഗ്ലിക്കൻസും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻസും തമ്മിൽ എപ്പോഴും അവർ തമ്മിൽ ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ക്യൂൻ എലിസബത്ത് റിലീജിയസ് സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, പക്ഷേങ്കിൽ ഈ കാത്തലിക്സ് എന്ത് ചെയ്യുന്നു, പോപ്പിനോടുള്ള അവരുടെ ലോയൽറ്റി കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് പ്യൂരിറ്റൻസ് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ ദേ വാണ്ടഡ് മോർ റാഡിക്കൽ റീഫോംസ്, അല്ലേ, കുറച്ചുകൂടെ റീഫോംസ് വേണമെന്ന് ആരാവശ്യപ്പെടുകയാണ്, ഈ പ്യൂരിറ്റൻസ്. ഓക്കെ, ക്യൂൻ എലിസബത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോംപ്രമൈസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം സം ഓഫ് ദ പ്യൂരിറ്റൻസ് ഡിമാൻഡഡ് to Queen Elizabeth to persecute the Catholics. She refused the demand and she even suppressed the Puritans. അല്ലേ, കാത്തലിക്സിനെ പെർസിക്യൂട്ട് ചെയ്യാൻ സം ഓഫ് ദ പ്യൂരിറ്റൻസ് ക്യൂൻ എലിസബത്തിനോട് ഡിമാൻഡ് ചെയ്യുന്നു. ക്യൂൻ എലിസബത്ത് അവരെ എന്ത് ചെയ്യുക, ആ ഡിമാൻഡ് ചെയ്ത പ്യൂരിറ്റൻസിനെ സപ്രസ് ചെയ്യുന്നു. സം ഓഫ് ദ പ്യൂരിറ്റൻസ് ദേ മൈഗ്രേറ്റഡ് ടു അമേരിക്ക ഇൻ ദ ഷിപ്പ് കോൾഡ് മെയ്ഫ്ലവർ. മെയ്ഫ്ലവർ 1 മാർക്കാണ്, 1 മാർക്കിന് ചോദിക്കുന്നതാണ്. മെയ്ഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു ഷിപ്പിൽ അവരെങ്ങോട്ടേക്ക് പോവുക, അമേരിക്കയിലേക്ക് പോവുകയാണ്. ദേ വെയർ നോൺ ആസ് പിൽഗ്രിം ഫാദേഴ്സ്. അവരെയാ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിൽഗ്രിം ഫാദേഴ്സ് അഗെയിൻ 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് റിഫോർമേഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ക്രിസ്ത്യാനിറ്റി കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാ, ദ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് റിഫോർമേഷൻ. ഓക്കെ, ആൻഡ് ബൈബിൾ എന്ന് പറയുന്നത് ആഫ്റ്റർ റിഫോർമേഷൻ, ബൈബിൾ എന്ന് പറയുന്നത് വിച്ച് വാസ് നോ മോർ എ സീൽഡ് ബുക്ക്, അല്ലേ. ബൈബിൾ അറ്റ് ഫസ്റ്റ് ഈ ക്ലർജീസിനൊക്കെ അല്ലേ വായിക്കാൻ പറ്റത്തുള്ളൂ, ലാറ്റിൻ ലാംഗ്വേജിലല്ലേ, കോമൺ പീപ്പിൾ ജസ്റ്റ് കേട്ടിരിക്കുകയല്ലേ ചെയ്യത്തുള്ളൂ. പക്ഷേ ആഫ്റ്റർ റിഫോർമേഷൻ ബൈബിൾ എന്തായിട്ട് മാറി, അതൊരു സീൽഡ് ബുക്കല്ലാതായിട്ട് മാറി. അതുപോലെ റിഫോർമേഷൻ കോമൺ പീപ്പിളിന് തന്നെ എഡ്യൂക്കേഷൻ, റിഫോർമേഷനിലൂടെ കോമൺ പീപ്പിളിന് എന്ത് കിട്ടുക, എഡ്യൂക്കേഷൻ കിട്ടുക. ആൻഡ് എവരി വൺ അണ്ടർ ദ സൺ കുഡ് ലേൺ ആൻഡ് റീഡ് ബൈബിൾ, അല്ലേ. എല്ലാവർക്കും ബൈബിൾ വായിക്കാനുള്ള ഒരു ഒരു നോളജ് കിട്ടി. എങ്ങനെയാണ്, എഡ്യൂക്കേഷനിലൂടെ കേട്ടോ. അമേരിക്ക പ്യൂരിറ്റൻ നേഷനായിട്ട് മാറിയതും എന്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്, റെഫോർമേഷൻ്റെ ഇമ്പാക്റ്റ്. കാരണം എന്താ, റെഫോർമേഷനിലൂടെ അല്ലേ ക്രിസ്ത്യാനിറ്റി സ്പ്ലിറ്റ് ചെയ്യുന്നതും പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സ് ആയിട്ട് മാറുന്നത്. ഈ പ്രൊട്ടസ്റ്റൻസ് അല്ലേ മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിൽ പോയ പിൽഗ്രിം ഫാദേഴ്സ്. ആ പിൽഗ്രിം ഫാദേഴ്സ് അമേരിക്കയിൽ എത്തിയിട്ട് അവിടെ എന്ത് ചെയ്തു, അവർ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു. ദ ബർത്ത് ഓഫ് അമേരിക്ക ആസ് എ പ്യൂരിറ്റൻ നേഷൻ, അല്ലേ. അമേരിക്ക ഒരു പ്യൂരിറ്റൻ നേഷനായിട്ട് മാറിയതും വാസ് അനദർ നോട്ടബിൾ റിസൾട്ട് ഓഫ് റിഫോർമേഷൻ. റിഫോർമേഷൻ്റെ അനദർ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. അതുപോലെ റിഫോർമേഷൻ്റെ അനദർ ഔട്ട്കം ഓഫ് റിഫോർമേഷൻ വാസ് ദ വേരിയസ് ട്രാൻസ്ലേഷൻസ് ഓഫ് ദ ബൈബിൾ ട്രാൻസ്ലേഷൻ ഉണ്ടായി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബൈബിൾ എന്നുള്ളത് നോ മോർ എ സീൽഡ് ബുക്ക്, അല്ലേ. ബൈബിൾ ആർക്കും വായിക്കാം. കാരണം എല്ലാവർക്കും എന്തുണ്ടായി, എഡ്യൂക്കേഷൻ ഉണ്ടായി, നോളജ് ഉണ്ടായി. ആൻഡ് വേരിയസ് ട്രാൻസ്ലേഷൻസ് ഓഫ് ദ ബൈബിൾ അവൈലബിൾ ആയി മാറി. ലാറ്റിനിൽ നിന്നും ബൈബിളിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ വില്യം ടിൻഡെയിൽ, ജോൺ വൈക്ലിഫ്, അല്ലേ.
അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. The translation in generally adopted a vocabulary that was predominantly native in character. ഈ ട്രാൻസ്ലേഷനിൽ അഡോപ്റ്റ് ചെയ്ത ഒക്കാബുലറി എന്ന് പറയുന്നത് നേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന ലാംഗ്വേജസിൽ എഴുതിയിരിക്കുന്നതാ. അതുകൊണ്ട് എല്ലാവർക്കും ബൈബിൾ വായിക്കാൻ തുടങ്ങി. അതാണ് ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓഫ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ റിഫോർമേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.